Hi children, myself is with a new lesson for the 6th standard students. Unit 10, the simple past and the past continuous tense. You know what is simple past and past continuous tense. So I just define about simple past and the past continuous tense. We use the simple past tense to describe an action that took place in the past. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഒരു ആക്ഷനെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുള്ള ആക്ഷനാണ്? ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുവാൻ അല്ലെങ്കിൽ സംസാരിക്കുവാൻ, അതിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. When we use simple past tense, we use time clauses such as yesterday, once, long ago, in 2006 and so on are used to indicate the past. പാസ്റ്റിനെ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെ ചില ക്ലോസുകൾ ഉപയോഗിക്കും. അതെങ്ങനെയുള്ളവയാണ്? യെസ്റ്റർഡേ, വൺസ്, ഇന്നലെ, ഒരിക്കൽ, ലോങ്, നാളുകൾക്ക് മുന്നേ, ഇൻ 2006, 2006, ആൻഡ് സോ ഓൺ. ഇത്തരം വാക്കുകൾ, ഇത്തരം ക്ലോസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. അപ്പോൾ എപ്പോഴാണ് നടന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് തരുന്നതിന് വേണ്ടിയിട്ടാണ് ടൈം ക്ലോസസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ ഇതിന് പറയുന്നത്? ടൈം ക്ലോസ് എന്നാണ്. അപ്പോൾ ഇത്തരം ടൈം ക്ലോസസ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. And the next is the simple past is also used to talk about repeated or continuous actions in the past. ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ റിപ്പീറ്റ് ആയിട്ട്, തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു ആക്ഷനെ, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെല്ലാമാണ്? ഒരു ആക്ഷൻ നേരത്തെ നടക്കുന്നു, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിനകത്ത് നമ്മൾ ടൈം ക്ലോസ് ഉപയോഗിക്കും. യെസ്റ്റർഡേ, വൺസ്, ലോങ് എഗോ, ഇൻ 2006, ഇൻ 2005, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അത്തരം കാര്യങ്ങളെ പാസ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതുകൂടാതെ to talk about repeated or continuous actions in the past. പാസ്റ്റിൽ നടക്കുന്ന, റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുവാനായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി സ്റ്റഡീഡ് ഇൻ ജ്യോതിനികേതൻ സ്കൂൾ ഫോർ 7 years. അവൻ 7 വർഷത്തോളം ജ്യോതിനികേതൻ സ്കൂളിൽ പഠിച്ചു. ഹി സ്റ്റഡീഡ് ഇൻ ജ്യോതിനികേതൻ സ്കൂൾ ഫോർ 7 years. അപ്പോൾ 7 വർഷക്കാലം അല്ല 7 വർഷത്തോളം ജ്യോതിനികേതൻ സ്കൂളിൽ അവൻ പഠിച്ചിരുന്നു. ഇവിടെ റിപ്പീറ്റഡ് ഓർ കണ്ടിന്യൂസ് ആക്ഷൻ ആണ് വെൻ ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നടന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആക്ഷനാണ്. ബട്ട് ദർ ഈസ് നോ കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ ഒരു കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടില്ല. ഇറ്റ് ഈസ് യൂസ്ഡ്. വാട്ട് ഈസ് യൂസ്ഡ്? ദ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ്. ഹി സ്റ്റഡീഡ് എന്നുള്ളതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ബട്ട് ഇൻ ദ സെൻറ്റൻസ് വിച്ച് ഷോസ് that action was repeatedly or continuously done in the past. അപ്പോൾ ഒരു റിപ്പീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് തുടർച്ചയായിട്ടോ ഈ ആക്ഷൻ പാസ്റ്റിൽ നടന്നു എന്നുള്ള, അപ്പോൾ 7 വർഷക്കാലം നടന്ന ഒരു പ്രൊസീജിയറാണ് അല്ലെങ്കിൽ ഒരു ആക്ഷനാണ് സ്റ്റഡീഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആ സിമ്പിൾ പാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 7 വർഷക്കാലം അവൻ അവിടെ പഠിച്ചിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ആക്ഷൻ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അത് പാസ്റ്റിൽ നടന്ന ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നടന്നിട്ടുള്ള ഒരു ആക്ഷനെ കുറിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് വ്യക്തം. നെക്സ്റ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ടു ടോക്ക് അബൌട്ട് സംതിങ് വിച്ച് വാസ് ഹാപ്പനിങ് അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ് ഇൻ ദ പാസ്റ്റ്. ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റിൽ സംഭവിച്ച ഒരു നിശ്ചിത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ്? നടന്നുകൊണ്ടിരുന്ന ഒരു നിശ്ചിത കാര്യം. The past continuous tends to talk about something which was happening at a particular moment in the past. ഒരു നിശ്ചിത സമയത്ത് പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രതിപാദിക്കുന്നത്. And also it is often used to show a contrast with an event expressed using the simple past tense. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു ഈവൻറ്റിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഒരു താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അന്തരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
Past continuous tense to talk about something which was happening at a particular moment in the past. ഒരു നിശ്ചിത സമയത്ത്, പാസ്റ്റിലൊരു നിശ്ചിത സമയത്ത് സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ഓഫൺ യൂസ് ടു ഷോ എ കോൺട്രാസ്റ്റ് വിത്ത് ആൻ ഈവന്റ് എക്സ്പ്രസ്ഡ് യൂസിങ് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഇത് മിക്കവാറും ഇത് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു താരതമ്യം ചെയ്യൽ അല്ലെങ്കിൽ ഒരു അന്തരം എന്താണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. വിത്ത് ആൻ ഈവന്റ് expressed using the simple past tense. സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഈവന്റിനെ എക്സ്പ്രസ് ചെയ്ത് താരതമ്യം ചെയ്യുകയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ചെയ്യുക. Usually the simple past tense action is shorter or the duration of the past continuous event is not specified. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും, എന്താണ്, ഒരു ലിമിറ്റഡ് ടൈം ആയിരിക്കും. But in the past continuous tense, the duration of event is not specified. പക്ഷേ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു ഈവന്റ് അല്ലെങ്കിൽ ഒരു ആക്ഷന്റെ ഡ്യൂറേഷൻ ഓഫ് ടൈം ഈസ് നോട്ട് സ്പെസിഫൈഡ്. സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. When Farida reached, they were all leaving the ice cream parlor. എന്താ പറയുന്നത്? When Farida reached, they were all leaving the ice cream parlor. ഫരീദ വന്നപ്പോൾ എല്ലാവരും ഐസ്ക്രീം പാർലറിൽ നിന്നും വിട്ടുപോയി തുടങ്ങി, അവർ പോയി തുടങ്ങി. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ഓഫൺ യൂസ് ടു ഷോ എ കോൺട്രാസ്റ്റ് വിത്ത് ആൻ ഈവന്റ് എക്സ്പ്രസ്ഡ് യൂസിങ് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ താരതമ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സെന്റൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രസ്താവിച്ചിരിക്കുന്നത്. വെൻ ഫരീദ റീച്ച്ഡ്, ഫരീദ എത്തിയപ്പോൾ ദേ വെർ ഓൾ ലീവിങ് ദ ഐസ്ക്രീം പാർലർ. ഐസ്ക്രീം പാർലറിൽ നിന്ന് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാവരും വിട്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ they were all leaving എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഫരീദ റീച്ച്ഡ് എന്നുള്ള ഭാഗം സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ്. അടുത്തൊരു സെന്റൻസ് നോക്കാം. ജാക്കൽ വാസ് ട്രോട്ടിംഗ് ത്രൂ എ പാസ് when he saw a lion. ജാക്കൽ വാസ് ട്രോട്ടിംഗ് ത്രൂ എ പാസ് when he saw a lion. ഒരു ലയണിനെ കണ്ടപ്പോൾ ജാക്കൽ, കുറുനരിയല്ലേ, കുറുക്കൻ, വാസ് ട്രോട്ടിംഗ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ വാസ് ട്രോട്ടിംഗ് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിനെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? താരതമ്യം ചെയ്യുവാനായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നു. പാസ് വെൻ ഹി സോ എ ലയൺ. സോ എന്നുള്ളതാണ് പാസ്റ്റ് ടെൻസ്. അപ്പോൾ ജാക്കൽ വാസ് ട്രോട്ടിംഗ്, വളരെ സ്പീഡിലാണ് ജാക്കൽ നടക്കുന്നത്, അല്ലേ? വളരെ താരതമ്യേന നല്ല സ്പീഡിലാണ്, വളരെ വേഗത്തിലാണ് ജാക്കൽ ഇവിടെ നടക്കുന്നത്, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? എപ്പോഴാണ് അവൻ ട്രോട്ട് ചെയ്യുന്നത്? ജാക്കൽ വാസ് ട്രോട്ടിംഗ്, അവൻ വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ത്രൂ എ പാസ്, ഒരു വഴിയിലൂടെ. എപ്പോ? വെൻ ഹി സോ എ ലയൺ. ലയണിനെ കണ്ട മാത്രയിൽ ജാക്കൽ എന്ത് ചെയ്തു? വളരെ സ്പീഡിൽ, താരതമ്യേന വളരെ സ്പീഡിൽ നടക്കുവാൻ തുടങ്ങി, അല്ലെങ്കിൽ ഓടിത്തുടങ്ങി. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, when we use simple past tense, we use when with that simple past tense and while with verbs in the past continuous tense. ഒരു സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ നമ്മൾ അതിനകത്ത് when എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ സെന്റൻസ് കണ്ടിന്യൂ ചെയ്യുക. ഇനി പാസ്റ്റ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ വേർബിന്റെ കൂടെ while, WHILE, while എന്നുള്ള വാക്കായിരിക്കും. whileന്റെ അർത്ഥം അറ്റ് ദാറ്റ് ടൈം എന്നാണ്. അപ്പോൾ അങ്ങനെ വൈലും വെന്നും ആണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിക്കുന്ന വാക്കുകൾ, വേർബിന്റെ കൂടെ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇവിടെ വേർബിന്റെ കൂടെ രണ്ടാമത്തെ എക്സാമ്പിൾ, ജാക്കൽ വാസ് ട്രോട്ടിംഗ് ത്രൂ എ പാസ് when he saw a lion. ലയണിനെ കണ്ട മാത്രയിൽ ജാക്കൽ വളരെ വേഗം ഓടിത്തുടങ്ങി. അപ്പോൾ ഇവിടെ സോ എന്ന വാക്കിന് മുന്നേ ഉപയോഗിച്ചിരിക്കുന്നത് വെൻ എന്ന വാക്കാണ്. അപ്പോൾ അവൻ എന്നത് എന്തിനു മുന്നേ ഉപയോഗിച്ചിരിക്കുന്നു? സോ എന്ന വേർബിന് മുന്നേ ഉപയോഗിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും. ഇത് എക്സസൈസ് കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാകും. എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്.
അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.